ഹലോ, ഹയർ സെക്കൻഡറി +1 അഡ്മിഷൻ 2026 ഇതുവരെ എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഇപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അവസരം വന്നിരിക്കുകയാണ്. ഇതുവരെ ഒരു അലോട്ട്മെൻറ്റിലും പ്രവേശനം ലഭിക്കാത്തവർക്കാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അവസരം നൽകിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി തന്നെ തങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ്. രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസി ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ ജൂലൈ 30 രാവിലെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അഥവാ ജൂലൈ 30 മുതൽ ആഗസ്റ്റ് 1 വൈകിട്ട് 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ്. ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കാനഡയിൽ ലോഗിനിൽ കയറി റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. ഇതുവരെ ഏതെങ്കിലും കാരണത്താൽ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്കും ഈ അവസരത്തിൽ അപേക്ഷ നൽകാവുന്നതാണ്. ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാൻ സാധിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകുകയാണ് വേണ്ടത്. ഇതുവരെ ഏതെങ്കിലും കാരണത്താൽ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. എന്നാൽ ഏതെങ്കിലും കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനം നേടാത്തവർക്കും പ്രവേശനം നേടിയതിന് ശേഷം TC വാങ്ങിയവർക്കും ഈ അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും കോട്ടയിൽ നിലവിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ അവസരത്തിൽ ഇപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കുക. ഏതായാലും വിദ്യാർത്ഥികൾ വേക്കൻസി നോക്കി ഒഴിവുകളുള്ള സ്കൂളുകൾ ഏതാണെന്ന് പ്രത്യേകം മനസ്സിലാക്കി അതിലേക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കുക. ഏതായാലും ഈ അവസരം അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ പുതിയ അഡീഷണൽ ബാച്ചുകൾ വന്ന സ്ഥിതിക്ക് പല സ്കൂളുകളിലും ഇപ്പോഴും ഒഴിവുകളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിൽ എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ 30 രാവിലെ മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഓൺലൈനായി സ്വയം തന്നെ അപേക്ഷ നൽകാനുള്ള സംവിധാനമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.